നമ്മുടെ വീടിന്റെ ചുറ്റും കുറച്ച് കാടൊക്കെ ഉള്ളതുകൊണ്ട് കുരങ്ങ് മലയെണ്ണാൻ തുടങ്ങിയൊക്കെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയായിരുന്നു. ട്രിവാൻഡ്രം മ്യൂസിയത്തിലെത്തിയപ്പോൾ അവിടെ കാണുന്നത് ഈ കുരങ്ങും ഈ പ്രാവൊക്കെ തന്നെയാണ്. ഈശ്വര, കാശ് മുടക്കി ഇത്രയും ദൂരം പോയിട്ട് ഇതിനെയാണല്ലോ കാണണം എന്നുള്ള വിഷമത്തിൽ നടക്കുമ്പോഴാണ് അടുത്തൊരാഘാതം. എൻട്രി കൂടിയല്ല എക്സിറ്റ്. അപ്പൊ ഈ കണ്ട ദൂരം മൊത്തം നമ്മൾ നടക്കണ്ടേ? അങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ദേണ്ട കിടക്കണ മുതല, കുറച്ച് പുലികൾ, കുറച്ച് സിംഹങ്ങൾ. മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമായ എൻ്റെ ഭർത്താവിൻ്റെ ആ സമയത്ത് മുഖം ഒന്ന് കാണണമായിരുന്നു. 100 കോടി ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു പുള്ളിക്കാരന്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ പുലിക്കും സിംഹത്തിനൊന്നും വലിയ മൂടൊന്നുണ്ടായിരുന്നില്ല. നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ആ ഉച്ചക്കത്തെ ഫുഡ് ഇത്തിരി കൂടിപ്പോയതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആ വഴി പോകുന്നവർക്ക് ട്രിവാൻഡ്രം മ്യൂസിയം ഒരു വേർത്താണ്. അത്യാവശ്യം എല്ലാ മൃഗങ്ങളും ഉണ്ട്. നമുക്കൊന്ന് വൺ ടൈം ഒക്കെ എന്തായാലും കാണാം. കുട്ടികളായിട്ടൊക്കെ ഒന്ന് പോകാം. പിന്നെ കൊട്ടാരം അടുത്തുകൊണ്ട് നമുക്ക് നല്ലോണം വിശ്രമിക്കാം. ഈ കാണുന്ന പോലെ.